അനന്തപുരിയെ ലക്ഷ്യമാക്കി നവരാത്രി വിഗ്രഹ ഘോഷയാത്ര മൂന്നാം ദിനം പ്രയാണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. കൊഴുത്തറ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് പ്രയാണം ആരംഭിക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ രാവിലെ 11:30 ഈ ഘോഷയാത്ര എത്തും. അപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഘോഷയാത്രയെ അവിടെ സ്വീകരിക്കുക. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ഇന്നലെ ഘോഷയാത്ര ആരംഭിച്ചതിൻ്റെ തത്സമയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. കൊഴുത്തറയിൽ നിന്ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് പ്രശാന്ത ശങ്കരമംഗലത്ത് ഈ ഘോഷയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ്. ഓരോ ദിനത്തെയും പ്രത്യേകതകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി അതിനു മുൻപ് അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നതിൻ്റെ ഭാഗമായി ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇന്നത്തെ ഘോഷയാത്രയുടെ ദിനം ആരംഭിക്കുകയാണ്. മറ്റു വിവരങ്ങൾ കൂടി. പ്രശാന്ത്, കേൾക്കാമെങ്കിൽ നമുക്കറിയാം, ഏറെ വ്യത്യസ്തതകൾ നിറഞ്ഞത് മാത്രമല്ല ആചാര പെരുമയിലാണ് ഈ നവരാത്രി ഘോഷയാത്ര ഓരോ വർഷവും നടക്കുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള നവരാത്രി ഘോഷയാത്ര അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും എന്നതിൽ തർക്കമില്ല. എന്തായാലും നമുക്കറിയാം, പണ്ട് കന്യാകുമാരി വരെ കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. ആ സമയത്ത് മഹാരാജാവിൻ്റെ സമയത്ത് തുടങ്ങിയ ഈ ഒരു ആചാരം അത് അതേ പ്രൗഢിയിൽ തന്നെ നമ്മൾ ഇന്നും അനുഷ്ഠിച്ച് വരികയാണ്. അതിൽ ഏറ്റവും വ്യത്യസ്തമായ ചടങ്ങുകൾ നിരവധിയുണ്ട്. കൗതുകം ഉണർത്തുന്ന ഐതിഹ്യ പെരുമയുടെ കേളിക്കൊട്ട് അത് ഇന്നലെ ആരംഭിച്ച ഈ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര അത് ഓരോയിടത്തും പ്രയാണം ആരംഭിക്കുമ്പോൾ ജനം TV പ്രേക്ഷകരിലേക്ക് തത്സമയ ദൃശ്യങ്ങളായി എത്തിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മൂന്നാം ദിനത്തെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് കൊഴുത്തറയിൽ നിന്ന്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തത്സമയ വിവരണങ്ങൾക്കായി കൂടെയുള്ള പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് വീണ്ടും എത്തുന്നു. പ്രശാന്ത്, ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കൊഴുത്തറയിൽ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള ചാമുണ്ഡി ക്ഷേത്രത്തിലായിരുന്നു ഇന്ന് ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിച്ചത്. കേരള തമിഴ്നാട് പോലീസ് സംയുക്തമായി നൽകുന്ന ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് ചടങ്ങുകൾ ദേവി പുറത്തേക്ക് എഴുന്നള്ളിയത്. കൊഴുത്തറ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ചാമുണ്ഡി ക്ഷേത്രമുള്ളത്. ചാമുണ്ഡി ക്ഷേത്രത്തിലായിരുന്നു ഇന്നലെ ഈ വിഗ്രഹങ്ങളെല്ലാം സ്ഥാപിക്കുകയും വെച്ച് പൂജിക്കുകയും ചെയ്തിരുന്നത്. അതിനുശേഷം ഇന്ന് 8 മണിയോടെ അല്പസമയത്തിനുള്ളിലാണ് ഈ മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കി തേവാരക്കെട്ട് സരസ്വതി ദേവി ആദ്യം എഴുന്നള്ളി. തേവാരക്കെട്ട് സരസ്വതി പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടി തന്നെ കേരള തമിഴ്നാട് പോലീസ് സംയുക്തമായി ഗാർഡ് ഓഫ് ഓണർ നൽകി. അതിന് പിന്നാലെ മറ്റ് കുമാരസ്വാമിയും അതോടൊപ്പം തന്നെ 300 നങ്കയും ശുചീന്ദ്രം 300 നങ്കയും പുറത്തേക്ക് എഴുന്നള്ളുകയാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് മുന്നിൽ തട്ടം വെച്ച് ചടങ്ങുകൾ നടക്കുകയാണ്. ആരതി ഒഴിയുന്ന ചടങ്ങുകൾ, അതായത് യാത്രയയക്കുന്നതും അതോടൊപ്പം തന്നെ ഭക്തർ സമർപ്പിക്കുന്ന തട്ടമടക്കമുള്ളവ സമർപ്പിക്കുകയും ചെയ്യുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങുകൾക്ക് ശേഷം യാത്ര വീണ്ടും ആരംഭിക്കും. ഇന്ന് പല സ്ഥലങ്ങളിലും ഈ യാത്ര ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെല്ലാം തട്ടം വെച്ച് ഭക്തർ യാത്രയെ വരവേൽക്കും. വളരെ പ്രൗഢിയോടുകൂടി തന്നെ ഉള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ചുള്ള വളരെ പരിപാവനമായിട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സരസ്വതീ ദേവിയുടെ തേവാരക്കെട്ട് സരസ്വതീ ദേവിയുടെ തിടമ്പേറ്റിയ ഗജവീരൻ, ഗജവീരനെ പുണ്യാഹം തളിച്ചുകൊണ്ട് യാത്ര അയക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ അവിടെയാണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഈ ഒരു ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാകുവാനായി നിരവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടവാളേന്ത്യ
പ്രതിനിധി ആദ്യം മുന്നിൽ നടക്കും. അതിന് പിന്നാലെ തേവാരക്കെട്ട് സരസ്വതി വരും. അതിന് പിന്നാലെ കുമാരസ്വാമി, അതിന് പിന്നാലെ കുണ്ടണ നങ്ക എന്ന് നമ്മൾ പറയുന്ന മുന്നൂറ്റി നങ്ക, മുൻ ഉദിത്ത നങ്കൈ എന്ന അർത്ഥത്തിലാണ് മുന്നൂറ്റി നങ്ക എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഘോഷയാത്രകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. വലിയ ഒരു ജനസ്വീകാര്യത എല്ലാ വർഷവും, അതായത് ഓരോ ദിവസവും കഴിയുന്തോറും അതിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ആചാരപ്പെരുമ കൊണ്ട് തന്നെയാണ് ഈ യാത്രയെ നമ്മൾ ഏറ്റവും പ്രത്യേകത അർഹിക്കുന്നത്. കാരണം മുൻകാലത്ത് എങ്ങനെയാണോ നടന്നിരുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഈ യാത്ര ഇന്ന് തിരുവനന്തപുരം, ഈ യാത്രയുടെ അതായത് ഈ കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം തക്കലയിൽ നിന്ന് പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കേരളത്തിലേക്ക് പ്രവേശിക്കും. 11:30 കേരള തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ യാത്രയെ സ്വീകരിക്കുന്നതോടുകൂടി തന്നെ കേരളത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇന്ന് വൈകുന്നേരത്ത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സമക്ഷേത്രത്തിലാണ് യാത്ര അവസാനിക്കുന്നത്. നാളെ വൈകിട്ടോടുകൂടി തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇപ്പോൾ യാത്രയുടെ ഒരു പദ്ധതിയും ക്രമവുമൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഈ നടന്ന് നീങ്ങുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ ഈ യാത്രയെ കാണുവാനും ഈ രഥഘോഷയാത്രയെ അനുഗമിക്കുവാനുമായി ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നിരവധി പേരാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിക്കാണ് തക്കലയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നതെങ്കിൽ 2 മണിയോടുകൂടി പുലർച്ചെ 2 മണിക്കാണ് യാത്ര അവസാനിക്കുന്നത്. ഈ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് പുലർച്ചെ 2 മണിക്കാണ്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും എത്തുമ്പോഴും ഓരോ സ്ഥലങ്ങളിൽ യാത്ര പിന്നിടുമ്പോഴും എല്ലാം തട്ടം വെച്ച് പൂജിക്കുവാനും ആരതി ഒഴിയുവാനും അനുഗ്രഹം വാങ്ങുവാനുമായി നിരവധി പേരാണ് യാത്രയുടെ രാജവീതിയുടെ ഭാഗങ്ങളിലും അണിനിരക്കുന്നത്. വലിയ ഒരു ആവേശകരമായൊരു വരവേൽപ്പും ഭക്തിനിർഭരമായൊരു അന്തരീക്ഷവും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. മുൻകാലങ്ങളിൽ എങ്ങനെയാണോ നടത്തിയിരുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ആ പഴമ നഷ്ടപ്പെടാത്ത രീതിയിൽ, ആചാരങ്ങൾക്ക് ലോപം വരാത്ത രീതിയിലെല്ലാം പിന്തുടരുന്നൊരു കാഴ്ചയെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ യാത്ര പിന്നിട്ട് മഹാദേവ ക്ഷേത്രം പിന്നിട്ട് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തു കൂടിയാണ് യാത്ര കടന്നു വരുന്നത്. നിരവധി പേർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കനത്ത സുരക്ഷയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അകമ്പടി സേവിച്ചുകൊണ്ട് കേരള തമിഴ്നാട് പോലീസും യാത്രയോടൊപ്പം തന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. നേരത്തെ സുരക്ഷാ ഭീഷണി അടക്കം നിലനിൽക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതെല്ലാം നോക്കി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യാത്ര കടന്നു വരുന്നത്. വലിയ രീതിയിലുള്ളൊരു ജനപിന്തുണ യാത്രയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഭക്തജനങ്ങൾ ഒന്നാകെ ഈ അമ്മയുടെ എഴുന്നള്ളത്ത് കാണുവാൻ വേണ്ടി ഇവിടേക്ക് ഒഴുകിയെത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. പ്രശാന്ത്, നമുക്കറിയാം ഈ അനന്തപുരിയുമായി എത്രത്തോളം ഇഴചേർന്ന ബന്ധമാണ് ഈ ഘോഷയാത്രയ്ക്കുള്ളതെന്ന്. ഈ അനന്തപുരിയിലെത്തുന്ന മുന്നൂറ്റി നങ്കയും കുമാരസ്വാമിയും സരസ്വതി ദേവിയും 3 ക്ഷേത്രങ്ങളിലായി ഇനി 9 നാൾ ഇരിക്കും ഭക്തരെ കാണാനും ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാനും ഒക്കെ. വലിയ ഐതിഹ്യവും ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ചടങ്ങുകൾ ഇനി നമ്മൾ അനന്തപുരിയിലും ഉണ്ടാകും. സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് അനന്തപുരിയും. ഇനി ഇന്നത്തെ ദിവസത്തെ മറ്റു പ്രത്യേകതകൾ രാവിലെ 11:30 കളിയിക്കാവളയിലേക്ക് എത്തുകയും കേരള ഔദ്യോഗികമായി ഘോഷയാത്രയെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് അനു. 11:30 തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തട്ടം വെച്ചുകൊണ്ട് യാത്രയെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ചിലപ്പോൾ ഈ സമയക്രമത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്, സമയക്രമങ്ങൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏകദേശം ഒരു 11:30 മണിയോടുകൂടി തന്നെ യാത്ര കളിയിക്കാവിളയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യാത്രയുടെ ക്രമീകരണങ്ങൾ തയ്യാറാക്കുമ്പോഴും വേഗത്തിൽ നടന്നു നീങ്ങാൻ ഈ യാത്ര ചെയ്യുന്ന തിടമ്പേറ്റുന്നവരും അതോടൊപ്പം തന്നെ യാത്രയെ അനുഗമിക്കുന്നവർ അടക്കമുള്ളവർ ശ്രമിക്കുന്നുണ്ട്. ആ സമയക്രമം കൃത്യമായിട്ട് പാലിക്കുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 11:30 മണിയോടുകൂടി തന്നെ ഇത് കേരള തമിഴ്നാട് അതിർത്തിയിൽ കളിയിക്കാവിളയിലേക്ക് എത്തിച്ചേരും എന്ന് മനസ്സിലാക്കാം. ഏതായാലും വലിയ രീതിയിൽ ജനപിന്തുണയും ഭക്തജനങ്ങൾ ഇവിടേക്ക് ഈ യാത്രയെ കാണുവാനും നിർവൃതി അടയുവാനുമെല്ലാം ഒഴുകിയെത്തുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു
പൈതൃകം തന്നെയാണ് ഈ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വീകാര്യതയും അതിൻ്റെ ജനപിന്തുണയും അത്രമേൽ വലുതുമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പഴയ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം. അതുകൊണ്ട് തന്നെ ആ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒന്നും യാതൊരുവിധ കോട്ടവും തട്ടാതെ ഇരിക്കുവാനുള്ള ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മഹാദേവ ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് യാത്ര. അതായത് ക്ഷേത്രത്തിൻ്റെ വെളിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും യാത്രയെ തട്ടം വെച്ച് സ്വീകരിച്ചുകൊണ്ട് യാത്രയെ ആക്കുന്ന, അതായത് ഘോഷയാത്രയെ ഈ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർപ്പൂരം ഒഴിഞ്ഞും ആരതി ഒഴിഞ്ഞും യാത്രയാക്കുന്നൊരു ചടങ്ങും നമുക്കിവിടെ കാണാൻ കഴിയും. ഉടവാളേന്തിയ രാജപ്രതിനിധി തൊട്ടടുത്ത് തന്നെയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ദേവാരക്കെട്ട് സരസ്വതി ദേവി തിടമ്പേറി നിൽക്കുന്നു. തൊട്ടു പിന്നാലെ കുമാരസ്വാമിയും കുണ്ടണി നങ്കയും തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. ഇങ്ങനെ യാത്ര കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടുന്ന് കാണാനും കഴിയുന്നത്. ഇപ്പോൾ ആരതി ഒഴിഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയാണ് യാത്രയെ. ഈ ക്ഷേത്രം ഭാരവാഹികൾ അടക്കമുള്ളവർ ഈ സ്ഥലത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അധികാരികളുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, മറ്റ് ദേവസ്വം അധികൃതരുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ അധികൃതരുണ്ട്. അങ്ങനെ എല്ലാവരും ഇതിവിടെ നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ രീതിയിൽ ഒരു കൂട്ടായ്മ തന്നെ നമുക്ക് പറയാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് കേവലം ഒരു യാത്ര എന്നതിനപ്പുറത്തേക്ക് നമുക്ക് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള, ഇപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ട് സംസ്ഥാനങ്ങൾ രൂപീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു സാംസ്കാരിക ഐക്യം കൂടി ഇതിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയപോലെ തന്നെ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു സാംസ്കാരിക പാലം വളർത്തിയെടുക്കാൻ ഈ നവരാത്രി ഘോഷയാത്ര അല്ലെങ്കിൽ ഈ പ്രയാണം എത്രമേൽ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓരോ വർഷവും ആ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അതേപടി നിലനിർത്തി ആ പാരമ്പര്യം ഒട്ടും ചോരാതെ അതേ തനിമയോടുകൂടി പ്രൗഢഗംഭീരമായി അഭൂതപൂർവമായ ഓരോ വർഷവും ഇത് ആചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്.